അതുപോലെ ഇപ്പൊ ആങ്കർ ആയിട്ടാണല്ലോ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നു താരമായിട്ട് വീണ്ടും ആങ്കർ ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഒരു ജോബിലേക്ക് വരാൻ ഇഷ്ടമുണ്ട്? എനിക്ക് എല്ലാം വർക്ക് ചെയ്യാൻ, ഞാൻ സീരിയൽ വരെ. സോ എനിക്ക് ഒരു വർക്കിനോട് ഒരു മതിപ്പില്ലായ്മ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല എനിക്ക്. എന്ത് വർക്കാണെങ്കിലും ചെയ്ത് നോക്കണം. സ്പെഷ്യലി ഈ എന്റർടൈൻമെന്റ് ഫീൽഡ് ആവുമ്പം I want when my profile is written like all the things like radio kuda michullum. So everything I want to be there. ഇനിയിപ്പോൾ റേഡിയോയുടെ അർജന്റ് വരുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ഈ എഴുത്തുകാരിയും സംവിധായകയും അല്ല, അതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാം, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാവരും യൂട്യൂബിലാണ്. പക്ഷെ യൂട്യൂബ് ഇത്രയും ഒരു പ്രചാരത്തിലാകുന്നതിന് മുന്നേ യൂട്യൂബിലേക്ക് എത്തിയ ഒരാളാണ് അർച്ചന. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? അതെനിക്ക് എളുപ്പമല്ലായിരുന്നു. ബിക്കോസ് നമ്മള് പൊതുവെ കാരണം അത്ര പരിചിതമല്ലെന്ന് എല്ലാവർക്കും. അല്ല, എനിക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ബിക്കോസ് നമ്മൾ പ്രോഗ്രാം പ്രൊഡക്ഷനും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സിനിമ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോ ഈ പടം ഇല്ലാത്തതുകൊണ്ട് അവള് യുനോ ഹൗ പീപ്പിൾ ടോക്ക് അല്ലേ, അത് വരുമോ, എങ്ങനെയായിരിക്കും. ആൻഡ് മലയാളികൾ ഭയങ്കര എന്താ പറയാ, അവര് ഭയങ്കര റൂഡാവാൻ നോക്കിയാൽ അവർക്ക് വലിച്ച് കീറി ഒട്ടിക്കാൻ അറിയാം അല്ലേ. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദാറ്റ് ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും, അവർക്ക് ഇഷ്ടക്കുറവല്ല നാറ്റിക്കോ എന്നുള്ളൊരു ഇത് ഓണസ്റ്റ്ലി. അപ്പം ഞാനിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ. പക്ഷെ അപ്ലോഡ് ചെയ്തു. ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് എന്റെ എക്സ് ഹസ്ബൻഡിനാണ് കൊടുക്കുന്നത്, അബീഷിന്. ബിക്കോസ് പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വൈ ടു വെയിറ്റ് ഫോർ വർക്ക് ടു കം ടു യു, ക്രിയേറ്റ് യുവർ ഓൺ വർക്ക് എന്ന് പറയാറ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസ് എൻ ആക്ടർ നമ്മൾ മറ്റവരെ ഡിപ്പെൻഡ് ചെയ്യും, വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ആ ലൈൻ വരെ വേറെ ഒരാൾ എഴുതി തരണം അല്ലെ. നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ അത്ര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിയവരെ. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ തന്നെത്താൻ എഴുതാൻ അറിയാമെന്ന് മനസ്സിലായി. അങ്ങനത്തെ ഒരു ജേർണി വാസ് വെരി, ആൻഡ് പീപ്പിൾ വർ വെരി സ്വീറ്റ്. ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ അബീഷ് പോലെ നമ്മളൊരാളെ പുഷ് ചെയ്യാണ് യൂട്യൂബിലേക്ക് വരാൻ. പക്ഷെ അർച്ചനയിൽ ഒരു എഴുത്തുകാരിയും ഒപ്പം സംവിധായികയും ഒക്കെ ഉണ്ട്, തിരിച്ചറിഞ്ഞത് ആരായിരുന്നു? അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും എഴുതുമായിരുന്നു. ഞാൻ സ്കൂൾ ടൈമിൽ എനിക്ക് അച്ഛൻ്റെ ടാലന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ എഴുതുന്നത് സ്ക്രീനിൽ ആ ട്രാൻസിഷൻ എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് എഴുതി എന്തായാലും ഉണ്ടാക്കാം, അത് നന്നാവോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എഴുതിയത് നമ്മളത്ര ഭയങ്കര പ്രൊഡക്ഷനോ പൈസയോ ഒക്കെ ഉള്ള ആൾക്കാരല്ല. സോ 3-4 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു കാര്യം പറഞ്ഞു തീർക്കണം, അതിനു വേണ്ടി എഴുതുമായിരുന്നു. അത് മിനി വെബ് സീരീസ് ഇപ്പോഴാണ് ആൾക്കാർ അതിന് പേര് കൊടുത്തത്. പക്ഷെ നമ്മളുടെ മൈൻഡ് സെറ്റ് കാശില്ല, ഓരോരോ മിനിറ്റിന് പൈസ പോകുന്നുണ്ട്, അപ്പം 3 മിനിറ്റിൽ ഈ കാര്യം പറഞ്ഞു തീർക്കണം. അപ്പൊ അങ്ങനെ ഷോർട്ടാക്കി വീഡിയോ ചെയ്തിട്ടാണ് നമ്മള് തൂഫാൻ മീൽ, ആദ്യത്തെ തൂഫാൻ മീലെ അഭിനയിക്കാൻ വേണ്ടിട്ട് ശരി അപ്പൻ വാ, വീട്ടിലത്തെ ആൾക്കാരെ വിളിച്ച് വരുത്തി അങ്ങനെ ചെയ്തു. പക്ഷെ അത് വർക്കായി, അതിന്റെ എസൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ചെയ്തു. So it was interesting.